ഹായ് മക്കളെ, പ്രദീപ് സാറാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റർ 14 വേവ് അല്ലേ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണോ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഭൂരിഭാഗം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ ചാപ്റ്റർ. ഓക്കെ, വളരെ സിമ്പിളാണ്, കുറച്ച് ഡയഗ്രാംസ് വരയ്ക്കാനും കുറച്ച് പ്രോബ്ലംസ് ഉള്ള സെക്ഷനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വേവ്സ്. ചാപ്റ്റർ നമ്പർ 14 ആണ് നമുക്ക് വന്നത്. ഓക്കെ, അപ്പോൾ വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. നമ്മൾ ഒരുപാട് വേവ്സ് പഠിക്കുന്നുണ്ട്. എനർജി ക്യാരിയർ ആണ്. ഒരു പോയിന്റ് ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുന്നു, വേറൊരു പോയിന്റിലോട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ എനർജിയാണ് എന്ത് ചെയ്യണത്, ആ പോയിന്റ് വേറെ പോയിന്റിലോട്ട് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യണത്. ആ പോയിന്റിലെ പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഒരുപാട് വേവ്സ് എല്ലാം പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല. അതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ചോദ്യമാണ്, മോസ്റ്റ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് എ വേവ് ഈസ് ടെമ്പറേച്ചർ ആണോ, പ്രഷർ ആണോ, ഫ്രീക്വൻസി ആണോ, വേവ് ലെങ്ത് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ വേണ്ടത് ഫ്രീക്വൻസി ആണെങ്കിലും, പക്ഷേ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും നമുക്ക് എന്താ പറയാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി ആയതുകൊണ്ട് കഴിഞ്ഞ ഈ 2023 ആൻസർ കീയിൽ എന്തുകൂടെ വന്നിട്ടുണ്ട്, വേവ് ലെങ്ത് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആൻസർ എഴുതിയാലും എന്ത് തന്നെയാണ് നമുക്ക് കറക്റ്റ് ആണ് ആൻസർ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലെ വേവ്സിൽ നമ്മൾ ആദ്യമേ പഠിക്കാൻ പോണ ഫസ്റ്റ് വേവ്സ് ആണ് എന്ത് പറയുന്നത്, പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ഈ വേവിനെ വിളിക്കുന്ന പേരാണ് ട്രാവലിംഗ് വേവ്. വാട്ട് ഈസ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ വാട്ട് ഈസ് ട്രാവലിംഗ് വേവ് എന്നുള്ള ചോദ്യം പരീക്ഷയ്ക്കില്ല, പ്രോബ്ലമാണ് ഈ സെക്ഷനിൽ ചോദ്യം വരുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഒരു പോയിന്റിൽ നിന്നും അനദർ പോയിന്റിലോട്ട് എന്ത് ചെയ്യുന്നു, ഈ വേവ് ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ വേവിനെ വിളിക്കുന്ന പേരാണ് ട്രാവലിംഗ് വേവ് അഥവാ പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ഓരോ പോയിന്റിലും മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ആ മേളിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റിനാണ് വൈനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പൊസിഷനിലും ഓരോ എക്സുകളാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ അത് ട്രാവൽ ചെയ്ത ഡയറക്ഷൻ ആണെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെ വരുന്ന ഈ സെൻറ്ററിൽ വരുന്ന ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വൈ ആക്സിലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ വൈ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്, അപ്പോൾ ഓരോ ഡിസ്പ്ലേസ്മെന്റും നടക്കുന്നത് ഓരോ പൊസിഷനിലും വ്യത്യാസമാണ്. അതുകൊണ്ട് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. കൂടാതെ ടൈമിനനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നുണ്ട്. സോ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി. ഓക്കെ ആണോ? അപ്പോൾ അതിലെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഇതിൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ പ്രോഗ്രസീവ് വേവിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി എ സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് 5 വെയർ എ ഇസ് ദി ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സൈൻ ഫംഗ്ഷൻ ആണ്. ഇനി kx മൈനസ് ഒമേഗ ടി പ്ലസ് 5, ഈ kx മൈനസ് ഒമേഗ ടി പ്ലസ് 5 വിളിക്കുന്ന പേരാണ് ഫേസ് എന്ന് പറയും. അതിൽ ഫൈനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. ഇനി അതിൽ കെയിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വേവ് നമ്പർ. ഓക്കെ, അതിൽ ഒമേഗനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയും എന്ന് പറയാറുണ്ട്. അപ്പോൾ ആംഗുലാർ വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താണ്, 2π/λ. ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചു. ഇനി ഓൾറെഡി ആംഗുലാർ ഫ്രീക്വൻസി ചാപ്റ്റർ 4 അങ്ങനെ ഒരുപാട് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. 2π/t ഓസിലേഷനിലും പഠിച്ചതാണ്, 2πν എന്ന് പറയും. ഇനി ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ ഫേസ്. കൂടാതെ ഒരു ഇക്വേഷൻ ഉണ്ട്, വേറെ ഒരു വ്യത്യാസമില്ല. ഇവിടെ മൈനസിന് പകരം എന്ത് ഉപയോഗിച്ചു, പ്ലസ് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് ട്രാവലിംഗ് ആണോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ് ആണോ എന്നുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരാറ്, ഫസ്റ്റ് ചോദ്യം. അപ്പോൾ അതിൽ ഇവിടെ മൈനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഇത് എന്ത് ചെയ്യണത്, ട്രാവൽ ചെയ്യണത്. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇത് ഏത് ഡയറക്ഷനാണ്, നെഗറ്റീവ് ഓപ്പോസിറ്റ് ആണെന്ന് ആലോചിച്ചത്. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ എന്ത് വേവ് ട്രാവൽ ചെയ്യണത്. ഇനി എക്സ് അല്ല ഇസഡ് ആണ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇവിടെ വരണത് kz എന്നായിരിക്കും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യണത് അതായിരിക്കും കെയുടെ കൂടെ വരുന്ന ആ ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേം കറക്റ്റായിട്ട് ഏത് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു, എത്ര ഫ്രീക്വൻസിയിൽ ട്രാവൽ ചെയ്യുന്നു, ടൈമൊക്കെ തന്നിട്ടുണ്ട്, വേവ് നമ്പറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു വേവ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ടേം ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയാം. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റാൻഡിങ് വേവ് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലി ഫസ്റ്റ് ഇക്വേഷൻ പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ്, y is equal to a sin kx minus omega t plus 5 അല്ലെങ്കിൽ kx plus omega t plus 5. z എന്നൊന്നും വരാറില്ല, പക്ഷെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. x ആണ് നമുക്ക് എന്ത് ചെയ്യണം, എക്സാമുകൾക്ക് ചോദ്യം വന്നേക്കണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്.
സോ ആ ഒരു പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y ഓഫ് x ഓഫ് t. എന്താണ്? 3 sin 36t പ്ലസ് 0.018x പ്ലസ് പൈ ബൈ 4. വേർ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് സെന്റിമീറ്ററിലും ടി എന്ന് പറയുന്നത് സെക്കൻഡിലുമാണ്. ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ച പോലെ 2020 ചോദിച്ച ചോദ്യമാണ്. എന്താണ്? ഈസ് ദിസ് എ ട്രാവലിംഗ് വേവ് ഓർ എ സ്റ്റേഷനറി വേവ്? ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ആണോ? സ്റ്റേഷനറി വേറെ പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി വേവ് ആണോ? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി, വാട്ട് ഈസ് ഇനീഷ്യൽ ഫേസ് ആൻഡ് വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ്. ഓ മൈ ഗോഡ്, എന്താണ് ആ ചോദ്യം അല്ലേ? പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അല്ലേ? ആ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേവ് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു വേവുകളുടെ ടോപ്പ് മോസ്റ്റ് പോയിന്റാണ് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് ക്രസ്റ്റ്, ഇത് ട്രഫ്, അടുത്ത പോയിന്റാണ് എന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ദൂരത്തെ നമ്മൾ പണ്ട് ഒടുങ്ങി പഠിക്കുന്നതാണ് വേവ് ലെങ്ത്, ലാംഡ എന്ന് പറയും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചേക്കുന്നത് ലാംഡ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഏത്? ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, ഡി ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഓരോ മാർക്കും ഡിസ്ട്രിബ്യൂഷൻ 0.5 1 എന്നുള്ള ചോദ്യം വെച്ചാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ആണോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണോ എന്നുള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. y = 3 sin 36t 0.0186 പ്ലസ് പൈ ബൈ 4 എന്നല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സോറി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ a sin kx പ്ലസ് ഒമേഗ ടി പ്ലസ് വൈ അല്ലേ? ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒമേഗ ടി എക്സിൻ്റെ സ്ഥാനത്ത്. ഓക്കെ, പൈ ബൈ 4 ഇല്ലെങ്കിലും കുഴപ്പമില്ല. കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് നോക്കുക. എക്സ് ഉണ്ടോ വൈ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടൈം ഉണ്ടോ അങ്ങനെയെല്ലാം ഒരുമിച്ച് വരുന്നുണ്ടോ ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു എന്താണ് നമ്മുടെ പ്രോഗ്രസീവ് വേവിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. സോ ഇറ്റ് ഈസ് എ എന്താണ് പ്രോഗ്രസീവ് വേവ് അല്ലേ? അപ്പോൾ അതിൽ ഓരോ ടേംസുകളും ആ ഇക്വേഷനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. എ കിട്ടിയില്ലേ? അതുപോലെ കെ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അതെ 0.018. അടുത്തത് ഒമേഗ എന്ന് പറഞ്ഞാൽ 36, ഫൈ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4. ഇനീഷ്യൽ ഫേസ് എന്ത് കിട്ടി? പൈ ബൈ 4 എന്ത് കിട്ടി? ഇക്വേഷൻ കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യണത്? നമ്മുടെ ഇവിടെ പ്ലസ് ആണെങ്കിൽ അത് പറയാം -x ഡയറക്ഷൻ ആണ് എന്ത് ചെയ്യണത്? ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണത്. അപ്പോൾ ഓരോ ടേംസ് നമുക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ a = 3 cm ആംപ്ലിറ്റ്യൂഡ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി ഒമേഗ 36 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി കെ എത്രയാ? 0.018 സെൻറ്റിമീറ്റർ മൈനസ്. അതായത് കെയുടെ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. 2π ബൈ ലാംഡയാണ്. അതായത് 2π എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ അല്ലേ? ആംഗിളിൻ്റെ യൂണിറ്റ് അല്ല, വാല്യൂ ആണ്. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. 1 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എന്ത് പറയുന്നത് നമ്മുടെ കെയുടെ യൂണിറ്റ്. ഇനി ഫൈ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡും ഒമേഗ കിട്ടി 2π ന്യൂ എന്താണ് നമ്മുടെ ഇക്വേഷൻ അറിയാം അല്ലേ? അപ്പോൾ ന്യൂ എന്താണ്? ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ ഒമേഗ ബൈ 2π 36 ഡിവൈഡ് ബൈ 2π എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5.72 ഹെഡ്സ് നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ചോദ്യം അല്ലേ? ഫ്രീക്വൻസിയുടെ ആൻസർ കിട്ടി. ഇനി കെ എന്ന് പറഞ്ഞാൽ 2π ബൈ ലാംഡയാണ് വേവ് നമ്പർ അല്ലേ? ഇനി ലാംഡ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലാംഡ എന്ന് പറഞ്ഞാൽ 2π ബൈ കെ, 2π ഡിവൈഡ് ബൈ 0.018 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 349.06 സെൻറ്റിമീറ്റർ ഒന്നും നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. കാരണം ലാംഡ എന്നുള്ള ചോദ്യം അവിടെ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ വന്നേക്കണേ? രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ദൂരമാണ് ചോദിച്ചേക്കണേ. അതിൻ്റെ മീനിങ് അത് ലാംഡ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസുകൾ എക്സാമിൽ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഈ പ്രോബ്ലം ടൈപ്പ് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? വി, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലാംഡ അഥവാ വി ഈസ് ഈക്വൽ ടു, കാരണം ലാംഡ ന്യൂ എന്ന് പറഞ്ഞാൽ 1 ടൈം പീരീഡ് ആണെന്നറിയാം അല്ലേ? അപ്പോൾ ലാംഡ ബൈ ടി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? വെലോസിറ്റി ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? വെലോസിറ്റി ഓഫ് എ സ്പീഡ് ഓഫ് എ എന്ത് ട്രാവലിംഗ് വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. കൂടാതെ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π ബൈ ലാംഡ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ എന്ത് കിട്ടി? 2π ബൈ കെ എന്ന് കിട്ടി. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഓക്കെ, അതുകൂടാതെ നമ്മൾ പഠിച്ചു എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ ആണെങ്കിൽ അപ്പം ന്യൂ എന്താണ്? ഒമേഗ ഡിവൈഡ് ബൈ 2π. രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ കിടന്നോട്ടെ.
ഈ ന്യൂ എന്ന് പറയണത് ഇത് ഇവിടെ കൊടുക്കാം, ലാംഡ എന്ന് പറയണതും ഇത് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയണത് ഒമേഗ ഡിവൈഡ് ബൈ 2π ഇൻറ്റു ലാംഡ എന്ന് പറയണത് 2π/k. സോ നമുക്ക് എന്ത് കിട്ടി? വി ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ k എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഓഫ് എ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനായിട്ട് കണക്കാക്കാം. ഓക്കെ ആണല്ലോ പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെ സബ്ബായിട്ട് ഒമേഗ കെ നമുക്ക് കിട്ടി. വെലോസിറ്റി ഓഫ് എ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇനി അതുകൂടാതെ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ആണ് സ്ട്രെച്ചർ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ്. ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ, ഇത് വെച്ചൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടി എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെയാണ് മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്ത് കിട്ടി? kg/m ആണ്. അപ്പോൾ ഇക്വേഷൻ ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഉണ്ട്. ഏതാ? മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ. ബി ബൈ റോ എന്ന് പറഞ്ഞാൽ ബൾക്ക് മോളസ്, അതുപോലെ തന്നെ വൈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡലസ്. ഓക്കെ, അപ്പോൾ സോളിഡിലും ലിക്വിഡിലും ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഇനി നേരെ തിരിച്ച് ഗ്യാസിലേക്ക് വരുന്ന ഇക്വേഷൻസ് ആണ് എക്സാമിന് ചോദിച്ചു വന്നിട്ടുണ്ട്. അത് ഗ്യാസിൽ വരുമ്പോൾ വെലോസിറ്റി ഇക്വേഷൻ ഈ ബൾക്ക് മോഡലസിന് പകരം നമ്മൾ പ്രഷർ എന്ന് മാറ്റും. അപ്പോൾ റൂട്ട് ഓഫ് പി ബൈ റോ എന്ന് പറയും. ഈ ഇക്വേഷനെയാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂട്ടൺസ് ഫോർമുല പ്രകാരം നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് കറക്റ്റ് വാല്യൂ അറിയാം, 330 m/s ആണെന്ന് അറിയാം. പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 280 m/s ആണോ? കറക്റ്റ് ആണപ്പോൾ? അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫോർമുലയിൽ ഒന്ന് കറക്റ്റ് ചെയ്തു. അതാണ് ന്യൂട്ടൺസ് ലാപ്ലേസ് കറക്ഷൻ എന്ന് പറയും. ആ ഇക്വേഷൻ തന്നെ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു ഡെറിവേഷൻ ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ എന്ന് വരും. അഡിയാബാറ്റിക് കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഗാമ പി ബൈ റോ എന്ന് പറയും. അപ്പോൾ അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വെലോസിറ്റി എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി 330 m/s എന്ത് കിട്ടി? ഈ ഇക്വേഷൻ പ്രകാരം കിട്ടി. ഇതാണ് എന്ത് പറയണത്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത്. ഈ കറക്ഷനെയാണ് എന്ത് പറയുന്നത്? ന്യൂട്ടൺസ് ലാപ്ലേസ് കറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ലാപ്ലേസിൻ്റെ ഫോർമുല എന്താണ്? ആ ലാപ്ലേസിൽ കിട്ടുന്ന വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണെന്നുള്ള ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമുകൾക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, കൂടാതെ പ്രോബ്ലം ടൈപ്പും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ വെലോസിറ്റിയിലെ ടേം അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിനൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്, നോക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്. എ വേവ് ഇൻ വിച്ച് എന്താണ്? വേവ് ഫോം ഡസ് നോട്ട് മൂവ്, അതായത് മൂവ് ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് എടുക്കുന്നു, ആ സ്ട്രിങ്ങിനെ 2 എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്യുന്നു. ഞാൻ അവിടെ ഒരു വേവ് ഫോം അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിനെ തട്ടിക്കഴിഞ്ഞാൽ, ആ സ്ട്രിങ്ങിനെ ഞാനിത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വേവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ആ വേവ് എന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നു, അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. ഓക്കെ, ആ വേവ് അങ്ങനെ തന്നെ ഒരു വേവ് ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ആ വേവ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് എന്ത് ചെയ്യുന്നില്ല? ട്രാവൽ ചെയ്യുന്നില്ല. അവിടെ മാത്രം നിൽക്കുന്ന ആ ഒരു വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡിങ് വേവ് അഥവാ സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാൻഡിങ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എക്സ് ഡയറക്ഷനിലോട്ട് പോകുന്നു. ഏതാണ്? ഒരു വേവ്. തിരിച്ച് ആ വേവ് എന്ത് ചെയ്യുന്നുണ്ട്? -x ഡയറക്ഷനിൽ അവിടെ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. ഓക്കെ, അങ്ങനെ 2 വേവുകളാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുന്നത്. ഒന്നാമത്തെ വേവ് എന്ന് പറഞ്ഞാൽ y = a sin kx - ωt ആണ്. ഏത്? +x ഡയറക്ഷനിൽ പോണത്. ഇനി അത് y1. ഇനി y2 എന്ന് പറയുന്നത് a sin kx + ωt ആണ്. ഓക്കെ, ഇനി വേവുകളെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി ആ y = y1 + y2 ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വേവിനെ നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഒരു ആൻസർ കിട്ടും. 2a sin kx cos ωt എന്ന് കിട്ടും. ഓക്കെ, പ്രശ്നമുണ്ടല്ലേ? ഈ ഒരു 2a എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡാണ്. നമ്മൾ എ സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ എ എന്താണ് എടുത്തോ. ഈ 2aയുടെ കൂടെ വരേണ്ട സൈൻ കെ എക്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്തായിട്ട് മാറുമെന്ന് പറയാമോ? അതാണ് മൊത്തത്തിൽ ആംപ്ലിറ്റ്യൂഡായിട്ട് മാറണം. ബാക്കിയുള്ള പുറകെയുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോസ് ഫംഗ്ഷനാണ്. കോസ് ഫംഗ്ഷൻ്റെ കൂടെ ആരില്ല? കെ എക്സ് അവിടെ വന്നിട്ടില്ല. കെ എക്സ് വേറെ, ωt വേറെ. ωt എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റിയുടെ ടേം ഉണ്ട്, പക്ഷേ വെലോസിറ്റിയുടെ ടേമിൻ്റെ കൂടെ അല്ല കെ എക്സ് വന്നേക്കണേ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താ പറഞ്ഞേക്കണേ? കെ എക്സിൻ്റെ +ωt എന്നാണ് വന്നേക്കണം അല്ലേ? അപ്പോൾ വെലോസിറ്റി ട്രാവൽ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ എക്സും കൂടെ വന്നിട്ടുണ്ട്. അതാണ് ട്രാവലിംഗ് വേവ്. പക്ഷേ ഇതെന്തല്ല? ട്രാവലിംഗ് അല്ല, ഇത് സ്റ്റാൻഡിങ് വേവ് ആണ്.
ഓക്കെ, ഈ ഒരു ആംപ്ലിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേവ് ഫോമുകൾ പ്രത്യേക തരം ഫിഗറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നോർമൽ നോട്ട്സ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഫിഗറുകളുടെ ഫോർമേഷൻ ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്, ഒന്ന് നോട്ട്സ് ഫോം ചെയ്യുക, രണ്ട് ആൻറ്റി നോട്ട്സ് ഫോം ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്ട്രെച്ചർ സ്ട്രിങ്ങിൻ്റെയും ഓപ്പൺ പൈപ്പിൻ്റെയും മൂന്നാമത്തത് ക്ലോസ്ഡ് പൈപ്പിൻ്റെയും ഫിഗറുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നോട്ട്സുകൾ ആൻറ്റി നോട്ട്സിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കി വെച്ചേക്കണം. അതായത് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ മിനിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയണത് നോട്ട്സ് എങ്കിൽ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ ആൻറ്റി നോഡ് എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോഡ്, ഇവിടെ ആൻറ്റി നോഡ്, ഇവിടെ നോഡ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ നോഡിനെയും ആൻറ്റി നോഡിനെയും ഒന്ന് സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫിഗറും സെറ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നോഡ് എന്ന് പറഞ്ഞാൽ മിനിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിസ്റ്റൻസ്, അത് n λ/2 ആണ് എന്ത് പറയുന്നത് നോഡിൻ്റെ കണ്ടീഷൻ, മിനിമം ആംപ്ലിറ്റ്യൂഡ്. ഇനി ആൻറ്റി നോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് എന്ത് പറയുന്നത് ആൻറ്റി നോഡ്. അതിൻ്റെ എക്സിൻ്റെ ഇക്വേഷൻ പൊസിഷൻ ഏത് പൊസിഷനിലാണോ ആൻറ്റി നോഡ് ക്രിയേറ്റ് ചെയ്യണത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2n+1 λ/4 ആയിരിക്കും. ഓക്കെ, ഇനിയുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം, ക്ലോസ്ഡ് എൻഡോ അല്ലെങ്കിൽ ഫിക്സ്ഡ് എൻഡിലോ മെയിനായിട്ട് എന്താ ക്രിയേറ്റ് ചെയ്യാറ് നോഡ്. ഓക്കെ, ഇനി ഓപ്പൺ എൻഡിലാണെങ്കിൽ അത് ആൻറ്റി നോഡായിരിക്കും, അത് മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഒരു നോഡിൽ നിന്നും അനദർ നോഡിലേക്കുള്ള ദൂരം λ/2 പകുതി വേവ് ആയിരിക്കും, വേവ് ലെങ്ത് പകുതിയായിരിക്കും. അതുപോലെ തന്നെ ആൻറ്റി നോഡ് തുടങ്ങി ആൻറ്റി നോഡ് വരെ എന്തുതന്നെയായിരിക്കും പകുതി വേവിൻ്റെ ആയിരിക്കും. അപ്പോൾ ഒരു നോഡ് അനദർ നോഡ് അതിൻ്റെ ഇടയിൽ എന്തുണ്ടാകും, ഒരു ആൻറ്റി നോഡ് എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ നോഡും ആൻറ്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പകുതി വേവിൻ്റെ വീണ്ടും പകുതി, അപ്പോൾ λ/4 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒന്നും കൂടെ ഫിഗർ വെച്ച് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതെ ഇതാണ് ഒരു വേവ് ട്രാവൽ ചെയ്യുന്നു, ആ വേവ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നു. ആലോചിച്ചു, ഇത് നോഡ്, അപ്പോൾ ഈ പൊസിഷൻ എന്താണ് ആൻറ്റി നോഡ്, ഇതിവിടെ എന്താണ് നോഡ്, അടുത്തത് ആൻറ്റി നോഡ്, ദെൻ നോഡ്. അപ്പോൾ ഒരു നോഡ് തുടങ്ങി അടുത്ത നോഡ് വരെ ഒരു വേവിൻ്റെ പകുതിയാണ് ഇവിടെ എന്ത് ചെയ്യണത് ട്രാവൽ ചെയ്യണത്. ഓക്കെ ആണോ, അതിൻ്റെ പകുതി ആയിരിക്കും ഏത് കാൽഭാഗമായിരിക്കും ഇവിടെ ഫോം ചെയ്യണത് λ/4. ഒരു നോഡ് തുടങ്ങി ആൻറ്റി നോഡ് വരെ പകുതിയുടെ പകുതി, അതായത് λ/4 ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഏത് ഫിഗർ നമുക്ക് വരയ്ക്കാം. അപ്പോൾ അറിഞ്ഞിരിക്കുക, ക്ലോസ്ഡ് എൻഡിലും ഫിക്സ്ഡ് എൻഡിലും നോഡായിരിക്കും ഫോർമേഷൻ നടക്കണം. ഓപ്പൺ എൻഡിലാണെങ്കിൽ ആൻറ്റി നോഡായിരിക്കും ക്രിയേറ്റ് ചെയ്യണത്. ഇനി നോഡുകൾ തമ്മിലുള്ള രണ്ട് നോഡുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ λ/2 ആയിരിക്കും. അഡ്ജസൻറ്റ് നോഡുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ λ/2. അതുപോലെ തന്നെയാണ് ആൻറ്റി നോഡും. ഇനി ആ രണ്ട് നോഡുകളുടെ എല്ലാം എന്തായാലും ആൻറ്റി നോഡ് ഷുവർ ആണ്. ഓക്കെ, ആ ആൻറ്റി നോഡും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്, അതിൻ്റെ പകുതി ആയിരിക്കും ഉണ്ടാവണം, അത് ഇത്രയായിരിക്കും λ/4 ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫിഗറും നമുക്ക് എന്ത് ചെയ്യാം സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിലോട്ട് കടക്കാം. ചോദ്യം ചോദിച്ചേക്കുന്നത് ദ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ചർ സ്ട്രിങ് ഈസ് ഷോൺ ബിലോ അല്ലേ. ഒരു ഫിഗർ തന്നിട്ടുണ്ടാവും. 2012 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡ്രോ ദി സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് എന്നാണ് ചോദ്യം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്ട്രിങ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. ν1 ν2 ν3 എന്ന് പറയുന്നത് എന്താണ് 1:2:3 എന്ന് പറയുന്ന റേഷ്യോ ആണെന്ന് പ്രൂവ് ചെയ്യണം. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കൂടാതെ ഓപ്പൺ പൈപ്പിൻ്റെയും ചോദ്യം, പിന്നെ ക്ലോസ്ഡ് പൈപ്പ് 1 എൻഡ് ക്ലോസ്ഡുമായിട്ടുള്ള ഒരു പൈപ്പിൻ്റെയും എന്ത് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിലെ സ്ഥിരം ചോദിക്കണ ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഓരോ മോഡ്സോ അതുകൂടാതെ സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മൾ വെലോസിറ്റി വെച്ചുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു വെലോസിറ്റി വെച്ചുള്ള പ്രോബ്ലമാണ് ഇവിടെ വന്നേക്കണം. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാൻഡിങ് വേവ് ഓൺ എ സ്ട്രെച്ചർ സ്ട്രിങ്ങും നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു സെക്ഷനെ 3ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം ആ ഒരു സെറ്റപ്പായിട്ട് നമുക്ക് പഠിച്ച് അതിൻ്റെ ഫിഗർ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ വേറെ തിരിഞ്ഞ് നോക്കണ്ട, എക്സാമുകൾക്ക് തലയിൽ ഉറപ്പായിട്ടുണ്ടാവും.
ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് രണ്ട് എൻഡും ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ ഞാനിവിടെ എടുക്കുന്നു. ആ സ്ട്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കട്ട് ചെയ്യുന്നു. ഓക്കെ, എൻഡ് ചെയ്യുന്നു L. അതേ സ്ട്രിങ്ങും അതേ നീളമുള്ള എന്ത് ചെയ്യുന്നു, യെസ്, അതേ നീളമുള്ള ഒരു സ്ട്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യുന്നു 3 സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നു. സെയിം ലെങ്ത് ആണ് കേട്ടോ, രണ്ടിൻ്റെയും ലെങ്ത് എത്ര തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, ഇവിടെയും എന്ത് തന്നെയാണ്, അതും സെയിം ലെങ്ത് തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ അത് സെറ്റ് ചെയ്ത് വരച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഫിഗറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. അടുത്തതിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വിളിക്കുന്ന പേരെന്തായിരിക്കും, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടി. അപ്പോൾ ഞാൻ വരയ്ക്കുന്നു, കൺസെപ്റ്റ് ആലോചിക്കുക. ഫിക്സഡ് എൻഡിലോ ക്ലോസ്ഡ് എൻഡിലോ എന്തേ ക്രിയേറ്റ് ചെയ്യുള്ളൂ, നോഡേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ നോഡും ഇവിടെയും എന്ത് തന്നെയായിരിക്കും, രണ്ട് എൻഡിൽ നോഡായിരിക്കും. ഇവിടെ നോഡ്, ഇവിടെ നോഡ്. ഒരു നോഡുകളുടെ ഇൻ ബിറ്റ്വീൻ എന്തായാലും മിനിമം 1 എന്തുണ്ടാവും, ആൻറ്റി നോഡ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, യെസ്, ഫസ്റ്റത്തെ വേവിനെ വരയ്ക്കുന്നു. തിരിച്ച് അതേപോലെ തന്നെ ഫസ്റ്റത്തെ വേവിനെ റിഫ്ലക്റ്റ് ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇവിടെ എന്തായിരിക്കും, ആൻറ്റി നോഡും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗർ കിട്ടിയല്ലേ. ഇനിയുള്ളത് എന്ത് ചെയ്യാം, ഇതേ ഫിഗർ തന്നെ ആ ഹമ്പുകൾ റിപ്പീറ്റ് ചെയ്തു. ഒന്നുള്ളത് ഇവിടെ 2 ആക്കാം സെക്കൻഡ് ഉള്ളത് എന്താക്കാം, 3 ആക്കാം. അപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1 വരയ്ക്കുന്നു, ഇവിടെ അതിൻ്റെ ബാക്കി വരയ്ക്കുന്നു, ദെൻ തിരിച്ച് ഒന്നുകൂടെ വരയ്ക്കുന്നു, തിരിച്ച് ഒന്നുകൂടെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കേ, നോഡ് ആൻറ്റി നോഡ്, നോഡ് ആൻറ്റി നോഡ്, നോഡ്. ഇപ്പോൾ 2 ഫിഗർ റിപ്പീറ്റേഷൻ വന്നല്ലേ. അവിടെ അപ്പോൾ തേർഡിൽ എന്ത് വരണം, 3 ഫിഗർ റിപ്പീറ്റ് ചെയ്ത് വരണം. അപ്പം 2 ആയിട്ട് ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1, ദെൻ 2, ദെൻ 3. തിരിച്ചെന്ത് ചെയ്യുക, 1, 2, 3 ഫിഗർ സെറ്റ് ആണെങ്കിൽ പിന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കണ്ട മക്കളെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ വരയ്ക്കാറുണ്ട്, എൻഡിൽ എന്താണ്, നോഡ്, ദെൻ ആൻറ്റി നോഡ്, ഇടയിൽ നോഡ്, ആൻറ്റി നോഡ്, നോഡ്, ആൻറ്റി നോഡ്, ലാസ്റ്റ് എന്തായിരിക്കും, നോഡ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ്റെ ഫിഗറുകൾ. ഇനിയുള്ളത് നമുക്ക് ലെങ്ത്തുകൾ കണ്ടുപിടിക്കുക. ഫ്രീക്വൻസിയിൽ വരച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഫ്രീക്വൻസിയുടെ റേഷ്യോ 1:2:3 ആണെന്നുള്ള റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. അതിൽ ഫസ്റ്റ് 1 നോക്കുക, നീളം എന്ന് പറയണത് എന്താണ്, ഈ നോഡുകൾ തുടങ്ങി അടുത്ത നോഡ് വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ ലെങ്ത്ത് അല്ലേ. എത്രയാണ്, ഒരു നോഡ് തുടങ്ങി അടുത്ത നോഡ് വരെയുള്ള ദൂരം. കൺസെപ്റ്റ് ആലോചിക്കുക, എന്താണ്, പകുതി വേവ് അല്ലേ, ഒരു വേവിന്റെ പകുതി അല്ലേ വരച്ചിട്ടുള്ളൂ. തിരിച്ച് വേവ് റിഫ്ലക്ട് ചെയ്ത് പോയി, പോട്ടെ എന്തിലായിക്കോട്ടെ, ഒരു വേവിന്റെ പകുതി അല്ലേ വരച്ചിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് വേവ് ആയതുകൊണ്ട് λ1/2 എന്ന് ഞാൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ λ1 എന്ത് കിട്ടി, 2L. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂ1 എന്ത് ദിവസം, ന്യൂ1 എന്ന് പറയുന്നത് v/λ എന്ന് കിട്ടും, v/λ. അപ്പോൾ v/λ എന്ന് പറഞ്ഞാൽ λ1 ആണ്. അപ്പോൾ v/λ എന്ന് പറഞ്ഞാൽ λ1 എന്ന് പറഞ്ഞാൽ 2L. ഓക്കെ, അവിടെ കടന്നോട്ടെ, v/2L. അപ്പോൾ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനെ നമ്മളൊരു പേര് കൂടെ എടുത്ത് വിളിക്കുന്നു, ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നു. ഫസ്റ്റ് ഹാർമോണിക് അഥവാ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും എന്നും എന്ത് ചെയ്യുന്നു, ഇവരെ പറയുന്നു. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ആദ്യമേ ആ പേര് സെറ്റാക്കി വെച്ചിരുന്നു, ഫസ്റ്റ് ഹാർമോണിക് അഥവാ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നു. കഴിഞ്ഞില്ലേ. ഇനിയുള്ളത് ആലോചിക്കുക, സെക്കൻഡ് ഫിഗറിൽ ആലോചിക്കുക, എന്താണ്, ഒരു നോഡ് തുടങ്ങി ഒരു നോഡ് വരെ പകുതി. അപ്പോൾ ഒരു നോഡ് തുടങ്ങി മറ്റേത് എത്ര ആയിരിക്കും, വീണ്ടും പകുതി. അപ്പോൾ മൊത്തം എത്രയായിട്ട് മാറും, എഴുതുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ എഴുതിക്കോ. എത്രയാ, λ1/2ൻ്റെ ഇവിടം തുടങ്ങി ഈ 2 ദൂരം λ2/2 ഇവിടെ 2 എണ്ണം. അപ്പോൾ എത്ര λ2/2 ഉണ്ട്, 2 എണ്ണം, 2 പകുതി വേവ്. അങ്ങനെ തന്നെ എഴുതിയാൽ മതി, കട്ട് ചെയ്യാൻ നിൽക്കരുത്, കട്ട് ചെയ്യാൻ എളുപ്പം. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടൂല. അപ്പോൾ 2λ2/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ λ2 എന്താ കിട്ടണേ, 2L/2. എവിടെയും കട്ട് ചെയ്യരുത് കേട്ടോ, കട്ട് ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് കൺസെപ്റ്റ് കിട്ടൂല. ഓക്കെ, നമ്മുടെ ന്യൂ2 എടുക്കുക. ന്യൂ2 എന്താണ്, യെസ്, v/λ2 ആണ്. അപ്പോൾ v/λ2 ആണെങ്കിൽ v/2L/2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2നെ മേളിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ, 2v/2L. എന്താണ് ഈ റൗണ്ട് ചെയ്ത ആൾ, അതല്ല ന്യൂ1 എഴുതിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 ന്യൂ1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് ശ്രദ്ധിച്ചോളാം.
ഫസ്റ്റ് ഉണ്ടായിരുന്ന ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷന് 2 മടങ്ങാണ് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഹാർമോണിക്. ഓക്കെ ആണോ? സെക്കൻഡ് ഹാർമോണിക്. ഇനി 3 ടൈംസ് ആയിരുന്നെങ്കിൽ അത് തേർഡ് ഹാർമോണിക് എന്ന് വന്നേനെ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഹാർമോണിക് കൂടാതെ ഒരു ടോണിന്റെ, അതായത് ഒരു വേവിന്റെ കോപ്പിയാണ് നെക്സ്റ്റ് വന്നേക്കണം അല്ലേ. അപ്പൊ ഒരു ടോൺ എക്സ്ട്രാ വന്നേക്കാണ്, ഓരോ ടോൺസുകൾ എക്സ്ട്രാ വന്നേക്കാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഓവർ ടോൺ. ഓക്കെ, ഉള്ള പേരുകൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചോട്ടാ. അപ്പൊ ν1 ν2 കിട്ടി. ഇനി സിമ്പിളാണ്. നിങ്ങൾ പറ എത്രയാ? L is equal to എത്ര കിട്ടി? 3 അര 1 1/2. അപ്പോൾ എത്രയാ? 3 λ3/2. അപ്പോൾ എന്ത് കിട്ടി? λ3 എന്ന് പറഞ്ഞാൽ 12/3. ഇനി ν2 എന്ത് കിട്ടി? ν2 ν2 അല്ല ν3 എത്ര എഴുതി? v/λ3. യെസ്, v/ എന്താണ് ആൻസർ? 12/3. ഇനി 3 മേളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 3v/12. ഈ റൗണ്ട് ചെയ്ത ആളെ ഞാൻ പിന്നെ പറയേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം. നേരത്തെ ആദ്യം ചെയ്തത് ഈ ഡെറിവേഷനാണ്. ഏറ്റവും അറ്റത്തേക്കാണ്, ഫ്രണ്ടിൽ 3 ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് 3ν1. ഓക്കെ അല്ലേ പറഞ്ഞത്? സോ ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്? തേർഡ് ഹാർമോണിക് അഥവാ എത്ര ഓവർടോൺ വന്നിട്ടുണ്ട്? യെസ്, സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നു. ഓക്കെ ആണോ പറഞ്ഞത്? സെക്കൻഡ് ഓവർടോൺ. അപ്പം നോക്കിക്കേ, 1 അപ്പുറത്ത് വന്നപ്പോൾ 2 ടൈംസ്, ഏറ്റവും അറ്റം വന്നത് 3 ടൈംസ്. അപ്പം എല്ലാ റേഷ്യോസും നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? യെസ്, ν1 ν2 ν3 എന്ന് പറയണത് എത്ര കിട്ടും? യെസ്, 1:2:3 എന്ന് നമുക്ക് എന്ത് ചെയ്യും? സെറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ν1 കഴിഞ്ഞു. ν2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ν1. ν3 എന്ന് പറഞ്ഞാൽ 3ν1. 1ν1 എല്ലാം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോസ് എന്ത് കിട്ടി? 1:2:3 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ഈ ഫിഗറുകൾ സെറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ആ ഫിഗറുകൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൻസർ, ഈ ഫിഗർ അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് ഫിഗറിൻ്റെ കോപ്പിയാണ് സെക്കൻഡിലും വന്നേക്കുന്നത്, തേർഡിലും വന്നേക്കുന്നുള്ള കാര്യം കോപ്പി ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗറുകൾ കൺസിഡർ കിട്ടും. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. 2 ഫിക്സഡ് എൻഡിൽ എന്തുണ്ടാവുള്ളൂ? ഫിക്സഡ് എൻഡിൽ നോഡ് ഉണ്ടാവുള്ളൂ. ഇൻ ബിറ്റ്വീൻ നോഡുകളുടെ ഇടയിൽ എന്തായാലും ഒരു മിനിമം ഒരു ആൻറ്റി നോഡെങ്കിലും എന്തുണ്ടാവും? ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അഡ്ജസൻറ്റ് നോഡുകളുടെ ഇടയിൽ ഒരു ആൻറ്റി നോഡായിരിക്കും, ഷുവർ ആയിരിക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ കൃത്യമായിട്ട് ഒരുമിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വരച്ച് പഠിച്ചോളുന്ന മക്കൾ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 45 ഹെഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ വയർ എത്ര പറഞ്ഞാൽ 87.5 സെൻറ്റിമീറ്റർ. ഇഫ് ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ വയർ എന്ന് പറഞ്ഞാൽ 4 × 10⁻²² kg/m ആണ്. ഫൈൻഡ് ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് അല്ലേ. അപ്പോൾ ഈ ഒരു എല്ലാത്തിൻ്റെയും ഇക്വേഷൻ എന്ന് പറയണത് ഇവിടെ എല്ലാ ടേമിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വെലോസിറ്റി ഇട്ടുണ്ട് അല്ലേ. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ വെലോസിറ്റി ഇക്വേഷൻ √T/μ ആണെന്നുള്ള ഇക്വേഷൻ മറന്നു പോകാൻ കേട്ടോ. നമുക്ക് ഇത് എഴുതുന്ന ഡെറിവേഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതി പോയാൽ മതി. പക്ഷേ ഇത് സ്ട്രിങ് ആയതുകൊണ്ട് സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെലോസിറ്റി ഇക്വേഷൻ √T എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. ടെൻഷൻ ഡിവൈഡ് ബൈ μ എന്ന് പറഞ്ഞാൽ മാസ് പെർ ലെങ്ത് ആണെന്നുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ സി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദ്യം വന്നേക്കണത്. ആ ചോദ്യത്തിൽ ഓരോ ടേംസുകളും നമുക്ക് ഏതൊക്കെയെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റായിട്ട് കിട്ടും. എന്താണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി? ഫസ്റ്റ് ഫ്രീക്വൻസിനാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ν1 45 ഹെഡ്സ്, ലെങ്ത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനെന്തിലേക്ക് മാറ്റണം? 87.10⁻² മീറ്റർ എന്നാക്കണം. μ എന്ന് പറഞ്ഞാൽ 4 × 10⁻²² kg/m ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ν1 എന്ന് പറഞ്ഞാൽ v/2L പറഞ്ഞു കഴിഞ്ഞു. v എന്ന് പറഞ്ഞാൽ √T/μ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടെൻഷൻ നമുക്ക് എന്ത് കിട്ടി? ν1 എന്ന് പറഞ്ഞാൽ 1/2L × √T/μ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 45 = 1/2 × 87.5 × 10⁻² ചെയ്ത് കഴിഞ്ഞാൽ √T/400. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിനെ അപ്പുറത്തേക്ക് എടുക്കുക, മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. ഇനി സ്ക്വയർ കളയാൻ സ്ക്വയർ റൂട്ട് കളയാൻ ഇവിടെ സ്ക്വയർ ചെയ്യുക,
ലാസ്റ്റ് ഇവിടെ കിട്ടിയ ആൻസറിനെ കൂടെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ഈ 400 അപ്പുറത്തേക്ക് എടുത്താൽ ഇൻറ്റു 400 ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ 2.48 ഇൻറ്റു 10⁻⁶. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് എത്രയാണ്, ന്യൂട്ടൺ എന്നും നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. അത് അത്രയും അധികം ലെവലിൽ ചോദിച്ചിട്ടില്ലെങ്കിലും ചോദിക്കാം എന്നുള്ള ചോദ്യമാണിത്. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം മക്കൾ, നമുക്ക് കളയണ്ട, അത് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചോദ്യം. In resonance column experiment, we can hear the maximum sound at certain height and this is due to, അല്ലെങ്കിൽ this phenomenon is known as resonance എന്ന് പറയും. ഓക്കെ. അതായത് നമ്മുടെ സാധാരണ ഫ്രീക്വൻസി, ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവും, നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് എന്താ ഈക്വൽ ആവുന്ന ടൈമിൽ ആ സമയത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് റെസണൻസ്. ആ കണ്ടീഷനിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഒരു വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം സൗണ്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യണത്, അവിടെ കേൾക്കാൻ പറ്റണത്. അപ്പോൾ അതിലെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം നേരത്തെ ചോദിച്ച പോലെ തന്നെ, ഷോ ദാറ്റ് ഫോർ എ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ദ ഫ്രീക്വൻസീസ് ആർ ഇൻ ദ റേഷ്യോ ν1 ν2 ν3 എന്ന് പറയണത് ഓഡ് ഹാർമോണിക് ആണ്. ഫസ്റ്റ് 1:3:5 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെയാണ് എന്ത് പറയണത്, ഓപ്പൺ എൻഡിൻ്റെ കേസ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ 1:2:3 തന്നെയാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും എന്ത് തന്നെയാണ്, ക്ലോസ്ഡ് എൻഡിൻ്റെ ഫിഗർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോസ്ഡ് എൻഡിൻ്റെ ഡെറിവേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാമല്ലോ. അപ്പോൾ അതിൽ സ്റ്റാൻഡിങ് വേവ് ആണ് ക്ലോസ്ഡ് പൈപ്പ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നേരത്തെ വരച്ച പോലെ തന്നെയുള്ള സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. നമ്മളൊരു പൈപ്പ് എടുക്കുന്നു, ആ പൈപ്പിൻ്റെ നീളം എന്ന് പറയണത് L ആണ്. അതേ നീളമുള്ള 3 സെക്ഷൻസ് നമ്മൾ എടുക്കുന്നു, 3 കണ്ടീഷനാണ്. ഓക്കെ. അപ്പോൾ അതിലെ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, ഫസ്റ്റ് ഹെഡിങ് എന്തായിരിക്കും, ഫസ്റ്റ് മോഡ്, മറ്റെന്തായിരിക്കും അപ്പോൾ സെക്കൻഡ് മോഡ്, ദെൻ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഓരോ മോഡിലും ഫസ്റ്റ് മോഡിൻ്റെ കേസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്തായാലും ഫിക്സ്ഡ് എൻഡോ ക്ലോസ്ഡ് എൻഡിലോ എന്തേ ക്രിയേറ്റ് ചെയ്യുള്ളൂ, നോഡേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സെക്ഷനിൽ എന്തായാലും മിനിമം ആംപ്ലിറ്റ്യൂഡുള്ള നോഡായിരിക്കും. ഇനി നോഡ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഓപ്പൺ എൻഡാണ് അല്ലേ. ഓപ്പൺ എൻഡിൽ മാക്സിമം എന്തായാലും എന്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ, ആൻറ്റി നോഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയണത് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് ഫിഗർ ആൻറ്റി നോഡും ഇവിടെ എന്തായിരിക്കും, ആൻറ്റി നോഡും ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഫിഗർ വരച്ചു, ഈ സെക്ഷനിൽ എന്തായിരിക്കും, ആൻറ്റി നോഡും ഇവിടെ എന്തുതന്നെയായിരിക്കും, ആൻറ്റി നോഡായിരിക്കും ഉണ്ടാവണത്. അപ്പോൾ ഇതാണ് എന്ത് പറയണത്, ഫസ്റ്റത്തെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇവരെ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു നോഡ് തുടങ്ങി അടുത്ത ആൻറ്റി നോഡ് വരെയുള്ള ദൂരം എന്ന് പറയണത് λ/4 ആണ്, 1/4 ഭാഗമുള്ളൂ. അപ്പോൾ അവിടെ ആദ്യം വരച്ചത് എന്തായിരുന്നു, അര ഭാഗം വെച്ചല്ലേ, അര വെച്ചാണ് പോണത്. ഇനി ഇവിടെ ചെയ്യാൻ പോണ സ്റ്റെപ്പ് 1/4 ഭാഗങ്ങൾ വെച്ച് ഡിവൈഡ് ചെയ്ത് പോവുക. അതാണ് മെയിൻ പർപ്പസ്, 1/4 ഭാഗങ്ങൾ വെച്ച്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫിഗറും അടുത്ത ഫിഗറും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ അത് സെക്കൻഡ് ഫിഗർ നമ്മളിത് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. എന്തായാലും ഇവിടെ എന്തുണ്ടാവുള്ളൂ, നോഡേ ഉണ്ടാവുള്ളൂ. ആ നോഡിന് ശേഷം എന്തായാലും എന്തേ ക്രിയേറ്റ് ചെയ്യുള്ളൂ, ആൻറ്റി നോഡായിരിക്കും എന്തായാലും ഇവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഫിഗർ വരച്ചു. ഇനി ആൻറ്റി നോഡ് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഈ ഒരു സെക്ഷനിൽ അറ്റ് ദ എൻഡ് എന്തായാലും ആൻറ്റി നോഡായിരിക്കും. ഓക്കെ. എന്തായാലും ഈ ഫിഗർ എന്ത് ചെയ്തിട്ടേ പോകുള്ളൂ, ഇവിടെ ചെന്ന് നോഡ് ഫോർമേഷൻ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ, ഇവിടെ ആൻറ്റി നോഡ് ക്രിയേറ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഫിഗർ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിഗറുകൾ കംപ്ലീറ്റ് ആക്കി വയ്ക്കാം. അപ്പോൾ നോക്കിക്കോ, എത്രയാ, λ/4, അടുത്തത് λ/4, അടുത്തത് λ/4. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫിഗറുകൾ രണ്ടാമത്തെ ഫിഗർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെയാണ് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഫിഗർ ആദ്യം വരച്ച് നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. ഫിഗർ ആദ്യം വരച്ച് സെറ്റ് ആക്കിയിട്ട് വേണം കാര്യങ്ങൾ. അപ്പോൾ 1/4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും തന്നെ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷനിലും വരേണ്ടത്. അപ്പോൾ അതെ, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. എന്തായാലും ഇവിടെ വീണ്ടും പറഞ്ഞ പോലെ നോഡ്, ആ നോഡിൽ നിന്നും എന്തേ ക്രിയേറ്റ് ചെയ്യുള്ളൂ, ആൻറ്റി നോഡേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. യെസ്. ആ ആൻറ്റി നോഡിൽ നിന്നും പിന്നെ എന്തിലേക്ക് പോകുള്ളൂ, നോഡിലോട്ടേ പോകുള്ളൂ. ഇനി നോഡിൽ നിന്നും പിന്നെ എന്തിലോട്ടേ പോകുള്ളൂ, ഈ സെക്ഷനിൽ ആൻറ്റി നോഡ് 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത സെക്ഷൻസ് നോക്കുക. വീണ്ടും എന്തിലോട്ട് പോകുള്ളൂ, നോഡ്, ലാസ്റ്റ് വൺ ഫിഗറിൻ്റെ ഓപ്പൺ. ഇവിടെ എന്തായിരിക്കും,
ഫിഗറും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എത്ര സെക്ഷൻസ് എന്ന് നോക്കിയേ, 1 2 3 4 5 5 കാൽഭാഗങ്ങളായിട്ടാണ് ഈ ഫിഗർ എന്ത് ചെയ്തേക്കണേ, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷനിൽ ഈ ഫിഗർ സ്പ്ലിറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. ആ ഫിഗർ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിഗറുകൾ ഡെറിവേഷൻ സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ്റെ L എത്രയാ, ഒരു കാൽഭാഗമേ λ1 1/4. അപ്പോൾ λ1 എന്ത് കിട്ടി, λ1 എന്ന് പറഞ്ഞാൽ 4L എന്ന് കിട്ടും. ഓക്കെ, λ1 എന്ന് പറഞ്ഞാൽ 4L കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് മക്കളെ, ν1 എന്ന് പറഞ്ഞാൽ V/λ1, V/λ1 എന്ന് പറഞ്ഞാൽ V/4L. ഓക്കെ, അപ്പോൾ വെലോസിറ്റി അവിടെ നിൽക്കട്ടെ, 4L. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയണത്. ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എന്നും പറയാറുണ്ട്. ഇനി സെക്കൻഡ് ഫിഗറിലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കാൽഭാഗങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എത്ര കാൽഭാഗങ്ങൾ, 1 2 3. അപ്പോൾ 3λ2/4. λ2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ ആണ്. അപ്പം അടുത്ത എത്ര ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ 5λ/4 വരും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, λ2 എന്ത് കിട്ടും, യെസ് 4L/3. ഈ 4 ഇപ്പുറത്തേക്ക് എടുക്കുക, 3 താഴേക്ക് എടുക്കുക, സാധനം കിട്ടും 4L/3. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, ഇവിടെ ν2 ചെയ്ത പോലെ എന്ത് ചെയ്യാം, യെസ് V/λ2. അപ്പോൾ V/λ2 എന്താണ്, 4L/3. മേളിലേക്ക് എടുക്കുമ്പോൾ 3V/4L. എന്താണ് ഈ റൗണ്ട് ചെയ്തത്, ഫസ്റ്റത്തെ ഹാർമോണിക് അല്ലേ, ഈ ഇക്വേഷനിൽ റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ എത്ര ടൈംസ് ആണ്, യെസ് 3 × ν1. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 3 ടൈംസ് കൂടുതൽ. അപ്പോൾ ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത് പറഞ്ഞാൽ, യെസ് തേർഡ് ഹാർമോണിക് എന്ന് പറയും. തേർഡ് ഹാർമോണിക് പോരാ, ഒരു ടോൺ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണതുകൊണ്ട് ഇതിനെന്തും പറയാറുണ്ട്, ഫസ്റ്റ് ഓവർ ടോൺ എന്നും പറയാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർമോണിക്കിന്റെ പേരിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. സെക്കൻഡ് ആയിരുന്നെങ്കിൽ 2 ടൈംസ് വന്നേനെ, പക്ഷെ ഇവിടെ എത്രയാ, 3 ടൈംസ് വന്നേക്കണേ. അതുകൊണ്ട് ഇവർ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക്. അടുത്ത ഫിഗർ നോക്ക്, അടുത്ത ഫിഗറിൽ L എത്രയാ നോക്കാം, 1 2 3 4 5 മൂന്നാമത്തെ ആയതുകൊണ്ട് λ3/4 എന്ന് കിട്ടും. 5λ3/4. യെസ്, അപ്പോൾ λ3 എന്ത് കിട്ടി, 4L/5. അപ്പോൾ എന്താണ് ν3 എന്ന് പറഞ്ഞാൽ V/λ3. അപ്പോൾ V/λ3 എന്താണ്, 4L/5. 5 മേളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 5V/4L എന്ന് കിട്ടും, 5V/4L. അപ്പോൾ V/4Lന്റെ ആദ്യത്തെ ഈ ഇക്വേഷന്റെ എത്ര ടൈംസ് അവിടെ കൂടുതൽ, 5 × ν1. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയും. ഫിഫ്ത്ത് ഹാർമോണിക് കഴിഞ്ഞ ഇല്ല, എത്രാമത്തെ ഓവർടോൺ ആണ്, യെസ് ഇതാണ് എന്ത് പറയണത്, സെക്കൻഡ് ഓവർടോൺ എന്ന് പറയണത്. സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നത് ഫിഗറുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെറിവേഷൻ പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാം, യെസ് സിമ്പിളാക്കാം. ഒക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡെറിവേഷൻസ് ആദ്യം വേണ്ടത് ഈ ഫിഗറാണ്. ഈ ഫിഗർ ഇങ്ങനെ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ വരച്ച് പഠിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഷേപ്പിലേക്കായിരിക്കും ഫിഗർ മാറിപ്പോണത്. നോക്കണ്ട, ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഫിഗർ സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് പഠിക്കണം. ഒരു എഫേർട്ട് എടുക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. എക്സാമുകൾക്ക് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് വരച്ച് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം കൈവരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ റേഷ്യോ എന്ത് കിട്ടി, ν1 ν2 ν3 എന്ന് പറയണത്. ν1 അതേപോലെ ഉണ്ട്. ν2 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ν1 ഈക്വൽ ടു ν3 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് ν1. ν1 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:3:5 എന്ന് നമുക്ക് എന്ത് കിട്ടും, യെസ് ദേ ആർ നോൺ ആസ് ഓഡ് ഹാർമോണിക് എന്ന് പറയും. ഓഡ് നമ്പർ അല്ലേ, ഓഡ് ഹാർമോണിക് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടാതെ നമുക്ക് എന്തും ചോദിച്ചിട്ടുണ്ട്, ഓപ്പണൻറ്റോടും ചോദിച്ചിട്ടുണ്ട്. അത് സിമ്പിളാണ്, നമ്മളെ ക്ലാസ്സുകളിലൊക്കെ എടുത്തു കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ടും അതും എന്ത് ചെയ്യാം മക്കൾ, വരച്ച് പഠിച്ചോളണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഈ ചാപ്റ്റർ ചോദ്യം വന്നാണ് ബീറ്റ്സുകൾ. അതായത് രണ്ട് എന്താണ്, ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് എ സൗണ്ട് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് 2 സൗണ്ട് വേവ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസികളും സെയിം ആംപ്ലിറ്റ്യൂഡുള്ള രണ്ട് വേവുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് കൂട്ടിമുട്ടുന്നു. സൂപ്പർ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് വേവ് ഈ സൗണ്ട് എന്ത് ചെയ്യുന്നു, കയറിയും ഇറങ്ങിയും ഇരിക്കുന്നു അല്ലേ.
അങ്ങനെയുള്ള ആ കയറ്റി ഇറക്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബീറ്റ്സിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്, ഒന്ന് വാക്സിങ്ങും വാനിങ്ങും. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന സൗണ്ടിനെ വിളിക്കുന്ന പേര്, കയറി വരുന്ന സൗണ്ടിനെ വിളിക്കുന്ന പേര് വാക്സിങ് ആണെങ്കിൽ ഡിക്രീസ് ചെയ്ത സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് വാനിങ്. അതായത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബീറ്റ് എന്ന് പറഞ്ഞാൽ 1 വാക്സിങ്ങും 1 വാനിങ്ങും കൂടി ചേർന്നാണ് എന്ത് പറയണത് ഒരു ബീറ്റ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ അതും കൂടെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, പ്രോബ്ലംസ് ഉണ്ട്, ചോദിച്ചിരിക്കും, അതുപോലെ തന്നെ ഫിഗറുകളുള്ള ഡെറിവേഷൻസും എന്ത് ചെയ്യാം എക്സാമുകൾക്കും ചോദ്യം വന്നിട്ടുണ്ട്. മക്കൾ എന്താ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പറഞ്ഞതുപോലെ അടിപൊളിയായിട്ട് വരച്ച് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ന്യൂട്ടൺസ് ഫോളോ ചെയ്യുക, എന്നും കൂടെ തന്നെ ഉണ്ടാവും. കൂടെ ചെറിയ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും ഒരു എഫേർട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മക്കളെ. അപ്പോൾ യെസ്, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ മക്കളെ.